ഹലോ ഹായ്. വെൽക്കം ടു മൂവീസ് കപ്പിൾ. ഇന്ന് വന്നിരിക്കുന്നത് ഉന്മാദ മൂവി, നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ ലേറ്റസ്റ്റ് മൂവിയാണ്. അതിന്റെ റിവ്യൂ പറയാനായിട്ടാണ്. നമുക്ക് കേട്ടാലോ? ഇത് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് കിരൺ ദാസ്. അദ്ദേഹം ഒരു എഡിറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്ന ആദ്യത്തെ ഡയറക്ടർ ചെയ്യുന്ന മൂവിയാണ് ഉന്മാദം. തൊണ്ടി മുതൽ ദൃക്സാക്ഷിയുടെയൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് കിരൺ ദാസ് ആണ്. പിന്നെ റൈറ്റർ, എന്നെ ഈ സിനിമ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് എന്റെ റൈറ്റർ തന്നെയാണ്, ഷാഹി കബീർ. ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ചില പടങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഒന്ന് റോന്ത്, നായാട്ട്, ജോസഫ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇലവീഴ പൂജറ, എല്ലാം ക്രൈം ത്രില്ലറും എല്ലാം നമ്മളെ ഒന്നിനൊന്നിന് നമ്മളെ രസിപ്പിച്ച അല്ലേ ഒരു ഒരു പടങ്ങളായിരുന്നു. ഇത് തന്നെയായിരുന്നു ഈ പടം. ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലൈമാക്സുകൾ തന്നിരിക്കുന്ന സിനിമകളാണ് അപ്പം ഇതുവരെ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു എന്താണ് എക്സ്പെക്ടേഷനോടുകൂടിയാണ് ഞങ്ങൾ പോയത്. അതെ, ആ ഒരു എക്സ്പെക്ടേഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു. പടത്തിലോട്ട് വരുവാണെങ്കിലും ഇതൊരു ഫാമിലി ഡ്രാമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. ഇതിനകത്ത് ഒരു ഹൊറർ എലമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇതൊരു ക്രൈം ത്രില്ലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതെ, ഇതിന്റെ എല്ലാം ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒറ്റവാക്കി പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു ടേക്ക്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്. പക്ഷെ എനിക്കൊരു ജോണർ പിടിച്ചാൽ ആ ജോണറിൽ തന്നെ ഫുൾ പടം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ക്രൈം ത്രില്ലർ ഒക്കെ ആകുമ്പോഴത്തേക്കും നേരെ ഒരു ക്രൈം നടക്കുന്നു, പിന്നെ അതിലേക്ക് ഇങ്ങനെ അതിന്റെ പിന്നാലെ പോയി കേസൊക്കെ തെളിയിച്ചെടുക്കുന്ന ഒരു ജോൺ. അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടം. അതെ അതെ അതെ. അപ്പം ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് പോയത് കൊണ്ടായിരിക്കാം ചിലപ്പം ട്രെയിലർ കണ്ടപ്പോഴേക്കും 174 കേസ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു, പേടിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ചിന്തിച്ച് നമ്മളെ ഒത്തിരി പേടിപ്പെടുത്തും എന്നൊക്കെ ചിന്തിച്ച് പോയതാണ്. പക്ഷെ നമ്മള് ഒരു ഫസ്റ്റ് ഹാഫില് ഒന്നുമില്ല, നമുക്കൊരു ഫാമിലി ഡ്രാമയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാര്യം നമ്മൾ സാധാരണ ഒരു ക്രൈം ത്രില്ലറിനൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സീറ്റഡ് ഫീല് കിട്ടണം. അത് ഉണ്ടായില്ല. അതാണ് എനിക്ക് പറ്റാതായി പോയത് ആ ഒറ്റ കാര്യം കൊണ്ടാണ്. പക്ഷെ നല്ലൊരു മൂവിയാണെന്ന് വെച്ചാൽ മൂവിയാണ്. കാരണം പ്രത്യേകിച്ച് പെർഫോമൻസ് കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ആളെ നമിച്ചിരിക്കുന്നു. അതുപോലെ നല്ല പോണം ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. അത് പുള്ളിയുടെ സ്വഭാവത്തിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലും നമുക്ക് ആ ഒരു കണ്ണുകളിൽ കാണാമെന്ന് പറയുന്ന പോലെ കണ്ണുകളിലൂടെ അഭിനയിക്കുന്ന രീതിയിൽ, അതായത് ക്യാമറാമാൻ അത് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുമുണ്ട് കേട്ടോ. ആ ഒരു അഭിനയ എന്താ പറയുന്നത്, അഭിനയത്തിന്റെ അങ്ങ് നിങ്ങൾ വാരി വിതറിയാൽ മതി, ഞാനങ്ങ് ഒപ്പി എടുത്തോളാം എന്ന് പറയുന്നത് പോലെ ആ പരിപാടിയായിരുന്നു. നല്ല രീതിയിൽ അഭിനയിച്ച് തകർത്തിട്ടുണ്ടെന്ന് പറയാം. നമുക്ക് ആ ഒരു ഫീല് ശരിക്കും കിട്ടും. അതിന് പറ്റിയൊരു വൈഫും ലിജോ മോള് ആ ഒരു ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 2 മക്കള്, ഭാര്യ ഭർത്താവ്, 2 മക്കള്, ഇതടങ്ങുന്ന ഇങ്ങനെ ഒരു ചെറിയ ഫാമിലിയുടെ സ്റ്റോറിയാണ്. ആദ്യമേ അവര് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഭാര്യയാണെങ്കിലും ഭർത്താവ് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭാര്യ, പിന്നെ അത് മനസ്സിലാക്കുന്ന ഒരു ഭാര്യയാണത്. ഭയങ്കര ചൂടത്തിയായിട്ടുള്ള ഒരു ഭാര്യയാണ്. അത് ചില സമയങ്ങളിൽ നമുക്ക് കൈവിട്ട് പോകുമല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല ഭാര്യമാരെ. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യ സമയത്ത് ഓടിയെത്തുന്നുണ്ട്. അത് വളരെ കാര്യമായ ഒരു ഇതാണ്. ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ആ ഭാര്യയില് നമുക്ക് കാണാം. പിന്നെ പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ടുണ്ടായിരുന്നു. ടൈറ്റിൽ സോങ് മാത്രമേ അത്ര ഇതായിട്ട് തോന്നിയുള്ളൂ. പിന്നെ ബിജിഎം ഓക്കെ. നമ്മള് ഒരു ഓക്കെ, കാര്യം ആ പടത്തിനിടയിൽ നമ്മൾ അധികം ശ്രദ്ധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബിജിഎം ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നത് കാര്യം ഓക്കെ എന്ന് പറയാം. അതെ അതെ. ഇതിനകത്ത് ആ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോഴത്തേക്കും കുറച്ച് ഫ്രെയിംസ് പോകുന്നുണ്ട്. അതൊരു കിടിലം പരിപാടിയാണ് കേട്ടോ. കാരണം ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്ന നിങ്ങൾ സിനിമ കാണുമ്പോഴത്തേക്കും മനോരോഗികളെ പ്രത്യേകം അട്രാക്ട് ചെയ്യുന്ന കാര്യമാണ് തോന്നുന്നത്. അതാണ് അഞ്ചാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതെ അതെ. അപ്പൊ
അപ്പം ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ഏഹ് പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ രണ്ടുപേരുടെ മാത്രം അഭിനയമല്ല കേട്ടോ. അതിന്റെ അകത്തെ ഓരോ ചെറിയ വന്ന് അതിനകത്ത് കുറെ ഒരു പല്ലീനെ വരെ കാണിക്കുന്നുണ്ട്. അതുപോലും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് എല്ലാരും അതിനകത്ത് കുറേ പോലീസുകാരും അങ്ങനെ കുറേ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. പക്ഷെ അവരെല്ലാം അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല അവര് പെർഫോമൻസുകൾ. അതാണ് എടുത്തു പറയാനായിട്ടുള്ളത്. പിന്നെ ക്ലൈമാക്സും അത്ര എറിച്ചില്ല. ക്ലൈമാക്സ് കാര്യം പടം ഫസ്റ്റ് ഹാഫ് ഒരു ലാഗ് എനിക്ക് നല്ലോണം ഫീൽ ചെയ്തായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോഴാണ് ആ ഒരു ഇച്ചിരി സ്പീഡായി തുടങ്ങിയത്. ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുന്ന സാധനത്തോട്ട് നമുക്ക് എത്തിക്കത് സെക്കൻഡ് ഹാഫിന്റെ തുടങ്ങിയപ്പോൾ മുതലാണ്. പിന്നെ ക്ലൈമാക്സ് എത്തിയപ്പോഴാണ് ക്ലൈമാക്സ് ആണ് മൊത്തത്തിൽ ഞാൻ കാണുന്നത്. ക്ലൈമാക്സ് ഒരു സാധാരണ കാര്യം ഷാഫി കബീറിന്റെ സാധാരണ ഒരു പടം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ക്ലൈമാക്സ് ഒരു എപ്പോഴും ഒരു വ്യത്യസ്ത, അതായത് ഒരു വെറൈറ്റി സാധനങ്ങളായിരിക്കും. നമ്മള് ചിന്തിക്കാത്ത തരത്തിലേക്കൊക്കെ ആള് നമ്മൾ ചിന്തിക്കുന്ന ഒരു പടി മേളിൽ ആള് എത്തിക്കും. പക്ഷെ കിട്ടിയില്ല, അത് കിട്ടിയില്ല, ആ ഒരു ഹൈ കിട്ടിയില്ല. അതേ ഇത് ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. ഇതിന്റെ പല രീതിയിൽ ഈ സിനിമ കണ്ടിട്ട് ഒത്തിരി പേർക്ക് നല്ല അഭിപ്രായം പറയാനായിട്ട് കാണും. നല്ലോണം പടം ഇഷ്ടപ്പെട്ടവരെ കാണും. ഭയങ്കരമായി മോശം എന്നല്ല ഇതിന്റെ അർത്ഥം. ഞങ്ങള് ഒത്തിരി മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഭയങ്കര മോശമല്ല, പക്ഷെ നമുക്കൊരു എക്സ്പെക്ടേഷൻ നമുക്ക് ഇച്ചിരി ഹൈ ആയിപ്പോയി, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ആ എക്സ്പെക്ടേഷൻ അത്രയും കൊണ്ടുപോകേണ്ടത് നിങ്ങൾ നല്ലൊരു പെർഫോമൻസ് ഒക്കെ ഉള്ള നല്ലൊരു പടം കാണുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പോവുക. ഇതിന് മുന്നത്തെ ഷാഹിദ് കബീറുമായിട്ട് ബെഞ്ച് മാർക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഒരു അവതരണ ശൈലി കൊണ്ടുപോയി. സാധാരണ ഒരു പോലീസ് സ്റ്റോറി പോലെ അല്ല, ഒരു വ്യത്യസ്തമായ ഒരു അവതരണ ശൈലി കൂടിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഈ സിനിമ ഈ ഫിലിം കണ്ടിട്ട് വന്നിട്ട് ഈ മൂവി കണ്ടിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് അതിന്റെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഞങ്ങളുടെ പോലെ തന്നെ അഭിപ്രായമാണോ നിങ്ങൾക്കുള്ളത്, അതോ വേറെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് രേഖപ്പെടുത്തുക. താഴെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ ബൈ.